ഇത്തരം തരം താന്ന പ്രവർത്തികളാണ് പഞ്ചായത്ത് പ്രസിഡന്റും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സിസ്റ്റത്തിനെതിരെയാണോ, ഒരു വ്യക്തിക്കെതിരെയാണോ, പാർട്ടിക്കെതിരെയാണോ നിങ്ങൾ പോരാടുന്നത്? ഞാനിപ്പോ ഇത് പറഞ്ഞുകൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. പരമാവധി നമുക്ക് ഫൈറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഇവര് നമ്മുടെ കൂടെ ചേർന്ന് നമുക്ക് വേണ്ടി ചെയ്യേണ്ട ആൾക്കാര് നമുക്കെതിരെ പ്രവർത്തിക്കുമ്പോ അവർക്കെതിരെയാണ്. പാർട്ടിനെ ഏതോരെ കുറ്റം പറഞ്ഞില്ല, പാർട്ടി എല്ലാ വിഷയം. കുറച്ച് ആളുകളുണ്ട്, മെയിൻ ആളുകൾ, അവരാണ് ഇതിന്റെ. വേറെ ഈ പാർട്ടിയിൽ തന്നെ വേറെ മെമ്പർമാരുണ്ട്, അവര് ഒരു കുഴപ്പമില്ല. ഈ 5 ആൾക്കാർക്കാണ് ഇതിന്റെ മെയിൻ പ്രശ്നങ്ങൾ. നമുക്ക് ഇതൊന്നൊന്ന് മയപ്പെടുത്താം. ഒരാളെ തന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്യണമെന്ന് ശരിയല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്ന് ഒന്ന് വിടാനുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പൊ പ്രസിഡന്റ് വന്നിട്ട് നിങ്ങൾ എല്ലാവരും കൂടി ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടുമോ, ഇതെന്താ എല്ലാവർക്കും ഒന്നിച്ചു കയറി വരാനുള്ള സ്ഥലം. ഈ വിഷയത്തിൽ ഒരു ഓപ്പൺ ചർച്ചയ്ക്ക് ലൈവായിട്ട് ഇവര് വരാൻ തയ്യാറാണെങ്കിൽ മുന്നോട്ട് വരാം. കൊലപാതകം അല്ലെങ്കിൽ വലിയ മോഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഫോറൻസിക്കിന് വിളിക്കുള്ളൂ, അങ്ങനെ പറ്റുള്ളൂ എന്ന് നിങ്ങൾ എഴുതി വന്നോ. ഞാനത് കോടതിയിൽ പോയി അത് എഴുതി തരാൻ അവർക്ക് പറ്റില്ല. ഒരു തരത്തിലും ഒരു സപ്പോർട്ട് നമ്മുടെ നാട്ടിൽ നിന്നില്ല. ഞാൻ പേഴ്സണലി ഞാൻ അങ്ങനെ ഒരു സപ്പോർട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നിട്ട് ഇവരാണ് നമ്മുടെ ചെറുപ്പക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അഭിസംബോധന ചെയ്യണത് യൂട്യൂബർ, BJP-കാരൻ, പിന്നെന്താ വെച്ചാൽ ഇവര് പറയണത് വ്യവസായി. ഇവർ കറക്റ്റ് ടൈമിലേക്ക് എത്തുന്നില്ല. ഇതൊന്നും അറിയാണ്ടാണ് ഇവർ ചെക്ക് വാങ്ങിച്ചത്. അപ്പോൾ ഇവർക്കൊരു മിസ്റ്റേക്ക് പറ്റി. അപ്പോൾ ഇവര് മാന്യമായി എന്ത് ചെയ്യണം? അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. ഹായ്, ഹലോ, നമസ്കാരം. സാധാരണ നമ്മൾ സിനിമകളിൽ മാത്രമേ ഒരു സിസ്റ്റത്തിനെതിരെ പോരാടുന്ന ആളുകളെ കണ്ടിട്ടുള്ളൂ. അവർ നമ്മുടെ നായകന്മാരായിരിക്കും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. റിയൽ ലൈഫിൽ സിസ്റ്റത്തിനെതിരെ പോരാടി ഒരു നായകൻ നമ്മുടെ കൂടെ ഉണ്ട്. അതിൽ നമസ്കാരം. ഓക്കെ, ഒരു സിസ്റ്റത്തിനെതിരെ പോരാടുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. എല്ലാവർക്കും പേടിയാണ്. ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ വരുന്നത് നമുക്കറിയില്ല എന്നുള്ളത്. ശരിക്കും ഇങ്ങനൊരു തീരുമാനം എവിടുന്നായിരുന്നു? എന്തായിരുന്നു കാരണം? ശരിക്കും നമ്മളിതൊരു ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടി ഒന്നും ആയിരുന്നില്ല. നമ്മള് ഇവിടെ എൻ്റെ ഒപ്പമുള്ള പിള്ളേർ ഒരാളും ഇവിടെ ഇല്ലെന്ന്. എല്ലാവരും കാനഡ, UK അങ്ങനെ ഇവിടുന്ന് പല ഭാഗങ്ങളിലും പോയി പല പരിപാടിയും ചെയ്യണവരാണ്. അപ്പോൾ നമുക്കൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇവിടെ തന്നെ നിൽക്കാം, അല്ലെങ്കിൽ ഇവിടെ ഒരു സംരംഭം തുടങ്ങാം എന്നുള്ള ഒരു പ്ലാനിലായി. അപ്പൊ നമ്മളിങ്ങനെ അതിന്റെ പിന്നാലെയാണ്. നമ്മള് രാവിലെ തുടങ്ങണം തൊട്ട് നമ്മളൊരു സംരംഭകൻ എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ ബിസി ലൈഫാണ്. അപ്പൊ നമുക്ക് ഒരു തരത്തിലും ഒരു സപ്പോർട്ട് നമ്മുടെ നാട്ടിൽ നിന്നില്ല. ഞാൻ പേഴ്സണലി ഞാൻ അങ്ങനെ ഒരു സപ്പോർട്ട് ആഗ്രഹിക്കണമില്ല. ഇപ്പൊ ഇവരുടെ ഒരു ആനുകൂല്യങ്ങളും നമ്മൾ വാങ്ങണില്ല. അപ്പൊ നമ്മള് കറക്റ്റായിട്ട് ഇവർക്ക് ഈ പറഞ്ഞ ടാക്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് നികുതിയും ഇവർ പറയണതൊക്കെ അടയ്ക്കും. അപ്പൊ നമ്മളിതൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഗുണം വേണ്ടേ? തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളെ പരമാവധി ചിറ്റിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് പല കാര്യത്തിനും. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പഞ്ചായത്തിൽ ഒരു ലൈസൻസിന് അപ്ലൈ ചെയ്താൽ നമുക്ക് ഒരു സംരംഭകന് ശരിക്കും ഇവിടെ കൊണ്ടുവന്ന് തരണവര്, അല്ലെങ്കിൽ നമ്മളെ ചിറ്റിക്കാണ്ടിരിക്കണം. അപ്പൊ ഇവരെല്ലാം കറക്റ്റായിട്ടാണ് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നി അന്ന് ഇവരെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതൊന്നും പരിശോധിച്ച് നോക്കണ്ടേ? നമ്മൾ കറക്റ്റായിട്ടാണ് ചെയ്യണമെന്ന് ഇവര് പരിശോധിക്കാൻ. അതെ, എല്ലാം അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഒരേ നിയമമല്ലല്ലോ, എല്ലാവർക്കും ഒരേ ഇതാണ്. അപ്പൊ നമ്മൾ അതേപോലെ നോക്കുമ്പോൾ ഇവരെ കാര്യങ്ങൾ നമ്മൾ നോക്കണം. അങ്ങനെ ഞാൻ നോക്കിയപ്പോ ഒരു വീഡിയോ വെറുതെ ഇട്ടു. അത് നോക്കിയപ്പോ നിറച്ച് പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ എടുക്കണ്. ഇവര് നമ്മുടെ അടുത്ത് ഹരിതകർമ്മസേന അത് ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇവര് കൃത്യമായി നോക്കണ്ടേ? അങ്ങനെ നമ്മളൊരു വീഡിയോ ഇട്ടപ്പോൾ അത് 1,00,000 പേര് ഒറ്റ ദിവസം കണ്ടു. എൻ്റെ വീഡിയോ ഒരു 5,000 പേര് കൂടുതലൊന്നും ഇതുവരെ കണ്ടിട്ടൊരു കാര്യങ്ങളില്ല. ഇതൊരു പൊതുവിഷയമായതുകൊണ്ടും ഇത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ജെന്യുവനാണെന്ന് തോന്നിയോണ്ടാണ് ഇത്രയും പേര് ഭയങ്കര രീതിയിൽ ഷെയറും കാര്യങ്ങളൊക്കെ വന്നു ഇട്ടു. അതിന് ഇവരൊരു ലോകത്തില്ലാത്ത ന്യായീകരണമാണ് ഇവർ പറയണത്. പിറ്റേ ദിവസം ആ വേസ്റ്റ് മാറ്റിയിട്ട് പോയി. ആ വേസ്റ്റ് മാറ്റിയിട്ട് പോയെന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ ഇട്ടു. അപ്പോൾ അവർ തോട് ക്ലീൻ ചെയ്ത വേസ്റ്റാണ്. ഇതിനൊരു പ്രോപ്പറായിട്ടൊരു കണക്കില്ല. ഒരു സമയത്ത് പറയും 30 ടൺ വേസ്റ്റാണ്, പിന്നെ പറയും 50 ടണ്ണാണ്.
നമ്മളിപ്പോ ഒരു സാധാരണ തെറ്റി പറഞ്ഞാലും കുഴപ്പമില്ല. ഒരു പഞ്ചായത്തിനെ നിയന്ത്രിക്കണ പഞ്ചായത്ത് പ്രസിഡന്റാണ് പല സമയത്തും പല തൂക്കം പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് ചെയ്യാന്ന് നോക്കുമ്പോഴാണ് ഇവിടെ ഈ വേസ്റ്റ് മാനേജ്മെന്റിന് ഒരു പ്രോപ്പറായിട്ടൊരു വെയിറ്റ് സിസ്റ്റം ഇല്ല. പിന്നെ അതിനുശേഷം നമ്മളിപ്പോ ഒരു അംഗനവാടിയുടെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ദയനീയമായി. നമുക്ക് ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ എന്തോ ഒരു അംഗൻവാടി ഇടിഞ്ഞു പോയി വീടാറായി 9 കുട്ടികളോളം അവിടെ പഠിക്കണ്ടായിരുന്നു. അതും ഇവര് ന്യായീകരണം എന്ന് പറഞ്ഞാൽ അമ്മാരി ന്യായീകരണമാണ് ഇവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളത് പുറത്തു കൊണ്ടുവന്നു. പിന്നെ നമുക്കെതിരെ കേസുകൾ കൊടുക്കണം. അംഗനവാടിയുടെ സഹായം ചോദിച്ച് ഇവര് വീഡിയോ ഇട്ടു. നമ്മള് ആ സഹായം ചെയ്യാനായിട്ട് വില്ലിങ്ങായി. അപ്പോൾ ഇവർക്ക് സാമ്പത്തിക സഹായം ചോദിച്ചപ്പോൾ നമ്മൾ 5100 രൂപ ചെക്ക് കൊടുത്തു. ഈ ചെക്ക് ഇവരെ കയ്യിൽ വെച്ചിട്ട് അപ്പൊ മെമ്പർമാരും പ്രസിഡന്റൊന്നും സാമ്പത്തിക ഇടപാട് ചെയ്യാൻ പാടില്ലെന്നുണ്ട്. ഇതൊന്നും അറിയാണ്ടാണ് ഒരു ചെക്ക് വാങ്ങിച്ചത്. അപ്പോൾ ഇവർക്കൊരു മിസ്റ്റേക്ക് പറ്റി. അപ്പോൾ ഇവര് മാന്യമായി എന്ത് ചെയ്യണം, അതിലെന്നോ ആ ചെക്ക് പിടിച്ചോ, എൻ്റെ നമ്പറുണ്ട്, ആ കവർമ്മയൊക്കെ എൻ്റെ നമ്പറുണ്ട്, ആവശ്യം വരുമ്പോൾ ഞങ്ങൾ വിളിക്കാം, അങ്ങനെ പറഞ്ഞ് നമുക്ക് തരല്ല ഒരു മര്യാദക്കാർ ചെയ്യേണ്ടത്. ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ചെക്ക് കയ്യിലിരിക്കുന്ന സമയത്ത് തന്നെ ഇവര് കേസ് കൊടുത്തു. ഞാൻ വ്യാജ പ്രചാരണം നടത്തിയെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എൻ്റെ ചെക്ക് എൻ്റെ വേറൊരു ഓഫീസിൽ കൊണ്ട് ഏൽപ്പിച്ചു ഇവര്, ആവശ്യം വരുമ്പോൾ വിളിക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി വാങ്ങിച്ചു വെച്ചോന്ന് പറഞ്ഞു. ഇവരുടെ കയ്യിലിരിക്കുന്ന സമയത്താണ് ഇവർ പരാതിപ്പെടുന്നത്. പിന്നെ ഇവര് CCTV ഫുട്ടേജ് ഉണ്ട്. കാരണം ഇവര് മെമ്പർമാര് തിരിച്ചു കൊണ്ടുവരുന്നതുണ്ട്. ഞാൻ ഈ കൊണ്ടുവന്നപ്പോ എന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതൊരു പ്ലാസ്റ്റിക് കവറിൽ സീൽ ചെയ്ത് വെച്ചു, ഫിംഗർ പ്രിന്റിന് വിടാം നമുക്ക്. അപ്പൊ പോലീസ് എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇവര് കൊണ്ടുവന്ന സാധനമുണ്ട്, ഇതിന്റെ ഫിംഗർ പ്രിന്റ് നിങ്ങൾ എടുക്കണം, ഫോറൻസിക്കിൽ കൊടുത്ത് ഫിംഗർ പ്രിന്റ് എടുക്കാലോ. അപ്പൊ പോലീസ് പറയണ ഒരു കാര്യം, ഇവരൊക്കെ ഒരേ ടീമാണല്ലോ. പോലീസ് പറയണത് കൊലപാതകം, വലിയ മോഷണം, അങ്ങനത്തെ കേസുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെ ഫിംഗർ പ്രിന്റ് വിളിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്താൽ നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി തന്നോ, കൊലപാതകം അല്ലെങ്കിൽ വലിയ മോഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഫോറൻസിക്കിന് വിളിക്കുള്ളൂ, അങ്ങനെ പറ്റുള്ളൂ എന്ന് നിങ്ങൾ എഴുതി തന്നോ. ഞാൻ കോടതിയിൽ പോയി അത് എഴുതി തരാൻ അവർക്ക് പറ്റില്ല. ഞാനൊരു തെറ്റും ചെയ്തില്ല, ഞാനിത് എവിടെ വേണമെങ്കിൽ വരാൻ ഒറ്റയ്ക്ക് വാദിക്കാൻ ഞാൻ തയ്യാറാണ്. ഇവര് വാങ്ങിയിട്ട് ഇവര് എൻ്റെ കയ്യിൽ ഇവിടെ തിരിച്ചു കൊണ്ടുവന്ന ആൾക്കാരാണ്. മര്യാദക്കാരാണെങ്കിൽ ഈ കേസ് കൊടുക്കും ഇവര്. ഇത്തരം തരം താന്ന പ്രവർത്തികളാണ് പഞ്ചായത്ത് പ്രസിഡന്റും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇതൊരു സിസ്റ്റത്തിനെതിരെയാണോ, ഒരു വ്യക്തിക്കെതിരെയാണോ, പാർട്ടിക്കെതിരെയാണോ നിങ്ങൾ പോരാടുന്നത്? എൻ്റെ പോരാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇവിടെ ജനങ്ങൾക്ക് താഴെയാണ് പഞ്ചായത്ത് മെമ്പർമാരും പ്രസിഡന്റ് അടക്കം. ചില ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ട് ജനങ്ങൾക്ക് മേലെയാണ് ഈ സിസ്റ്റം അല്ലെങ്കിൽ ഈ പഞ്ചായത്ത് മെമ്പർമാരെന്നൊക്കെ പറഞ്ഞാൽ. ഇവരെ നമുക്ക് വേണ്ടി സേവനം ചെയ്യാനായിട്ട് നമ്മൾ ശമ്പളം കൊടുത്ത് നിർത്തിയാണെന്നാണ് 5 വർഷത്തേക്ക് അല്ലേ. അപ്പൊ ഇവര് നമ്മുടെ കൂടെ ചേർന്ന് നമുക്ക് വേണ്ടി ചെയ്യേണ്ട ആൾക്കാര് നമുക്കെതിരെ പ്രവർത്തിക്കുമ്പോ അവർക്കെതിരെയാണ്. നമ്മ ഒരു പാർട്ടിക്കെതിരല്ല. ഏത് പാർട്ടി മോശം? 3 പാർട്ടികൾ കേരളത്തിൽ സജീവമാണ്. 3 പാർട്ടിയും വളരെ നല്ല പാർട്ടികളാണ്. ഇപ്പം പഞ്ചായത്ത് ഭരണമാരുടെ കയ്യിലാണ്. CPM ആണ് ഭരിക്കുന്നത്. CPM ആണെന്ന് ഭരിക്കുന്നല്ലേ. ഈ പഞ്ചായത്തില് 5 മെമ്പർമാർക്കെതിരെയാണ് നമ്മള്. വേറെ ഈ പാർട്ടിയിൽ തന്നെ വേറെ മെമ്പർമാരുണ്ട്, അവര് ഒരു കുഴപ്പമില്ല. ഈ 5 ആൾക്കാർക്കാണ് ഇതിന്റെ മെയിൻ പ്രശ്നങ്ങളുള്ളത്. ശരിക്കും ആദ്യമേ ഇവിടെ തുടങ്ങിയത് കട്ട കമ്പനിയാണ്. ശരിക്കും അവര് പറയുന്നത് എന്താണ്, എന്തുകൊണ്ട് ഇതിന് ലൈസൻസ് തരുന്നില്ല എന്നുള്ളതാണ്. കട്ട കമ്പനി ഞാനൊരു ബിൽഡറാണ്. എനിക്ക് വീടുകള് തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ സിമെന്റ് കട്ട ഉപയോഗിച്ചുള്ള പണിയുണ്ട്. അപ്പൊ എനിക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു, അന്ന് നമ്മുടെ വർക്കുകൾക്ക് നമ്മുടെ ചെറിയ രീതിയിൽ തുടങ്ങാം. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് പഞ്ചായത്തിലാണ് പോണത്. പഞ്ചായത്തിൽ ഞാൻ ഇത് പോയപ്പോ വ്യവസായത്തിന്റെ ഒരു പയ്യുണ്ട്, ഒരു താൽക്കാലിക ജീവനക്കാരനാണ്, ജിദ്ദു എന്നാണ് പേര്. അപ്പോൾ ആള് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അങ്ങനെ ഞാൻ അങ്ങ് പറഞ്ഞു ഞങ്ങൾക്ക് ചെറിയ രീതിയിലൊരു കട്ട കമ്പനി തുടങ്ങണം. ഇപ്പൊ ചെറിയ രീതിയിലാണ്, പിന്നീട് നമുക്ക് ഇതിന്റെ വരവ് ചെലവൊക്കെ നോക്കിയിട്ട് വേണം ഇതിന് ഇതാക്കാൻ. അപ്പോൾ K-Swift എന്ന് പറഞ്ഞ ലൈസൻസ് ഉണ്ട്, അത് നിങ്ങൾ പഞ്ചായത്ത് ഇവിടുന്ന് എടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ട ആധാർ കാർഡ് കാര്യങ്ങളൊക്കെ നമുക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞ് ഈ സാധനങ്ങളൊക്കെ കൊടുത്തു. പഞ്ചായത്തിൽ നിന്ന് തന്നെ എനിക്ക് 50 രൂപ അടച്ച് എനിക്ക് ലൈസൻസ് ഒരു വാട്സപ്പ് ഇട്ട് വന്നു. ഇത് വെച്ച് തുടങ്ങാം. 3.5 കൊല്ലം സമയമുണ്ട്. അങ്ങനെ ഇവര് നമ്മളെ വിളിച്ചിട്ട് എന്താക്കി തന്നു. ഈ സാധനം നമ്മൾ തുടങ്ങി. ഇത് തുടങ്ങി ഡിസംബർ 1-ാം തീയതി നമ്മൾ തുടങ്ങി. നവംബർ 23-ാം തീയതി നമുക്ക് ലൈസൻസ് കിട്ടി. 12 ദിവസമായപ്പോൾ ഇവരെ
പഞ്ചായത്തിന്റെ വേറെ ജീവനക്കാർ വന്നിട്ടാണ് നമുക്ക് സ്റ്റോപ്പ് മെമ്മോ തരുന്നത്. അപ്പൊ ഞാൻ ഈ കട്ട കമ്പനി തുടങ്ങിയപ്പോൾ ഇത് എന്റെ ഭാര്യയുടെ പേരിലാണ് തുടങ്ങി. അപ്പൊ ഇതിനൊരു ലൈസൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഇത് ആരുടെ പേരിലാണ് ഒന്നും അന്വേഷിക്കാനുള്ളതില്ല. ഇവർ എന്റെ പേരിൽ നോട്ടീസ് തന്നു ഇത് വിട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു ഭാര്യയുടെ പേരിൽ തുടങ്ങിയ സ്ഥാപനത്തിന് ഭർത്താവിന്റെ എന്റെ പേരിൽ പേരിൽ സ്റ്റോപ്പ് സ്റ്റോപ്പ് മെമ്മോ മെമ്മോ തന്നു. അപ്പൊ ഞാൻ പോയി അന്വേഷിച്ചു. ഞാൻ പറഞ്ഞു ഇത് എന്റെ ഭാര്യയുടെ പേരിൽ ഞാൻ ഈ വക സാധനങ്ങൾ എടുത്തിട്ടുണ്ട്, പിന്നെ എന്റെ പേരിൽ എങ്ങനെ എനിക്ക് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു തെറ്റ് പറ്റിയതെന്ന് പറഞ്ഞ് ഇവര് പിറ്റേ ദിവസം തന്നെ ഭാര്യയുടെ പേരിൽ സ്റ്റോപ്പ് മെമ്മോ വന്നു. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാ ഇവർക്കത് അന്വേഷിക്കാനുള്ള സമയം പോലും അല്ല. ഇതൊക്കെ കാണുമ്പം അതുൽ എന്ന വ്യക്തിയോട് അവർക്ക് എന്തോ വ്യക്തിവൈരാഗ്യമുള്ള പോലെയാണ് തോന്നുന്നത്. അതെ, അതിനുള്ള കാരണം ചെമ്പുചിറ സ്കൂൾ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത ഒരു ചെമ്പുചിറ സ്കൂളുണ്ട്. യൂട്യൂബിൽ ഞങ്ങൾക്ക് ഇപ്പോഴും ചെമ്പുചിറ സ്കൂൾ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ സ്കൂള് പൊളിക്കണ വീഡിയോ ഞങ്ങൾക്ക് കാണാം. തൊട്ടാലടർന്നു പോണ സ്കൂൾ എന്നൊക്കെ പറഞ്ഞ ഏഷ്യാനെറ്റും മനോരമയും എല്ലാ ന്യൂസുകാരും അത് ഒരു വലിയ വാർത്തയൊക്കെ ഉണ്ട്. 2020 സംഭവം. ഞാൻ അന്ന് ഇവിടെ സംരംഭം തുടങ്ങിയിട്ടില്ല. ആ സമയത്ത് സ്കൂളിന്റെ നിർമ്മാണത്തിലുള്ള അഴിമതി അത് ഞാനാണ് ആദ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി അത് വീഡിയോയും കാര്യങ്ങളും ലൈവും കാര്യങ്ങളും ഒക്കെ ഇട്ട് ഭയങ്കര രീതിയിൽ അത് റീച്ച് ആയിട്ടുണ്ടായിരുന്നു. ചാനലുകാർ വന്നു, ആ ഈ PTA ഉറച്ചു നിന്നു, ഇതിലൊരു അഴിമതി ഇല്ലാന്ന് ഇവർ ഉറച്ചു നിന്നു, പഞ്ചായത്ത് ഉറച്ചു നിന്നു. ലാസ്റ്റ് അന്വേഷണങ്ങൾ വന്നു. ഞാൻ ഇവിടെ എവിടെ നിന്നിട്ടെന്ന് അറിയോ, വിജിലൻസ് തൊട്ട് എല്ലാവർക്കും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. കളക്ടർക്ക് അടക്കം പരാതികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ബലമായിട്ട് 5 ക്ലാസ് റൂമുകൾ പൊളിച്ച കട്ടികളാണ്. അതിന് പകരം പണിയും എന്ന് പറഞ്ഞു ഇന്നത്തെ ദിവസം വരെ അതിന്റെ ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല. 2 നില ബിൽഡിംഗ് ആയിരുന്നു, മേളിലെ നില മൊത്തം. അന്ന് ഇതേ ഭരണം ഈ ഭരണസമിതി കയറി 2020 ജസ്റ്റ് ആ ഇലക്ഷന് തൊട്ട് മുന്നാണ്. അത് CPM തന്നെയായിരുന്നു. വർഷങ്ങളായിട്ട് ഇവിടെ CPM ഒരു 20 വർഷത്തോളായിട്ട് അവർ തന്നെയാണ്. ഒരു 4 ടൈമോളായിട്ടുണ്ട്. അപ്പോ ഈ സംഭവമാണ് ഇതിന്റെ മെയിൻ ത്രെഡ്. കാരണം അന്ന് ഈ ഭാഗത്ത് മൊത്തത്തിലൊരു ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ക്ഷീണം സംഭവിച്ചു. പാർട്ടി എന്നല്ല, ഇതില് പാർട്ടിനെ ഏതോരെ കുറ്റം പറഞ്ഞില്ല. പാർട്ടി അല്ല വിഷയം. കുറച്ച് ആളുകളുണ്ട്, മെയിൻ ആളുകൾ, അവരാണ് ഇതിന്റെ കാര്യങ്ങൾ നീക്കുന്നത്. ശരിക്കും അപ്പൊ വ്യക്തി വൈരാഗ്യമായിട്ട് മാറിയത് അങ്ങനെയാണ്. കാരണം അല്ലെങ്കിൽ ഇവർക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എന്താ വെച്ചാൽ ഞാൻ 2020 തൊട്ട് കംപ്ലീറ്റ് പഞ്ചായത്തിന്റെ ഡാറ്റന്റെ കയ്യിലുണ്ട്. എത്ര സ്ഥാപനങ്ങൾ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നു, കോഴി ഫാമുകൾ, പന്നി ഫാമുകൾ തൊട്ട് എല്ലാ ഡാറ്റയും എൻ്റെ കയ്യിലുണ്ട്. നമ്മളെന്താ വെച്ചാൽ നമ്മളെ വെറുതെ ഇട്ട് നമ്മളെ തോണ്ടി നമ്മൾ ഇതിന്റെ കംപ്ലീറ്റ് കാര്യം. ഞാനിപ്പോ എന്താ വെച്ചാൽ ഞാൻ ഈ ഒരു മാസമായിട്ട് ഞാൻ പല ദിവസങ്ങളിലും ഞാൻ 2 മണി 2:30 കിടന്നുറങ്ങുന്നത്. അതവരെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞാൽ ഞാൻ ഇതുമ്മ കുത്തിരിക്കാണ്. ഇവരെ ഓരോ സാധനങ്ങൾ, ഇവരെ ഓഡിറ്റ് റിപ്പോർട്ട്, ഇവരെ കണക്കുകൾ, എല്ലാ സാധനവും ഞാൻ പഠിച്ചു വരുമ്പോ ഞാൻ പറഞ്ഞ ഈ പഞ്ചായത്തിലല്ല, എല്ലാ പഞ്ചായത്തിലും ഈ വക പരിപാടി ഉണ്ടാവും. ആരും ഇതിന്റെ പിന്നിൽ ചെയ്യാത്ത കാരണമാണ് ഇവർക്ക് സുഖമായിട്ട് ഇവര് ഇഷ്ടത്തിന് ഇതുപോലെ ചോദ്യം ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മള് ഒരു 1-2 വീഡിയോകളൊക്കെ ഇട്ട് ഒരു ഇതായപ്പോ എനിക്ക് ഇതില് ഏറ്റവും ഇതായത് എന്താ വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ നടക്കില്ല. അപ്പോൾ പല ഭാഗത്തുനിന്നും, കേരളത്തിലും പല ഭാഗത്തുനിന്നും പല ഉദ്യോഗസ്ഥരും എനിക്ക് മെസ്സേജ് അയച്ചു. പല വിവരാവകാശ പ്രവർത്തകര്, അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തകരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു. അവര് ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള ലൂപ്പ് ഹോളുകൾ എനിക്ക് പറഞ്ഞു തന്നു. ഇന്ന സാധനം അവർ ചെയ്തിട്ടുണ്ടാവും, അതിങ്ങനെ ആയിരിക്കും. ഈ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന സാധനം തന്നെ നമുക്കറിയില്ല. ഒരു സാധാരണക്കാരന് സാധാരണക്കാർക്ക് കിട്ടില്ല. പക്ഷെ ഇതൊക്കെ പബ്ലിക്കാണ്. രണ്ടാമത്തെ കാരണം ഇത് കിട്ടുന്നത് കറക്റ്റ് ആണോ എന്ന് പറയാൻ പറ്റില്ല. അതാണ് മെയിൻ പോയിന്റ്. ഇത് ഗവൺമെന്റ് സൈറ്റുകളിൽ ഇതൊക്കെ ഉണ്ട്. ഓരോ പഞ്ചായത്തിന്റെ ഓരോ വർഷത്തെയും എല്ലാ കണക്കുകളും ഉണ്ട്. നമുക്കിത് ആരും പറഞ്ഞു തരില്ല. കാരണം പറഞ്ഞു തന്നെ ഇവരുടെ കാര്യം പോക്കാണ്. മനസ്സിലായോ? ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇവിടെ അറിയില്ല ഇങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടെന്ന്. നമ്മൾ ഇതിനെ കുറിച്ച് നോക്കുമ്പോഴാണ് ഈ ഇന്ന സാധനങ്ങൾ ഇവിടെ സിസ്റ്റം പ്രശ്നത്തിലാണ് മനസ്സിലാവുന്നതും ഈ സാധനങ്ങളുടെ ഡാറ്റകൾ നമ്മൾ എടുക്കുന്നത്. അപ്പം വ്യക്തിപരമായിട്ട് ഭീഷണി കോളുകൾ ഉറപ്പായിട്ടും വന്നിട്ടുണ്ടാവും. എനിക്ക് ഇതുവരെ ഒരു കോള് വന്നിട്ടില്ല. ഇതുവരെ ഒരു കോള് ഇല്ല. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് എവിടുന്നെങ്കിലും ഒരു ഭീഷണി കോള് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ പേടിപ്പിക്കുക എന്നൊക്കെ ഉള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ നമ്മളെ പേടിപ്പിച്ച നമ്മൾ പേടിക്കുന്ന ഒരാളല്ല എന്നുള്ള കാര്യം ഈ നാട്ടിലുള്ളവർക്ക് അറിയാം. നമ്മളിപ്പോ ഒരു കേസ് കൊടുത്തു, പേടിച്ച് വീട്ടിലിരിക്കുന്ന ആളല്ല. എനിക്കൊരു കേസോ 2 കേസോ എന്റെ പേരിൽ കൊടുക്കുമ്പോ ഞാൻ കൂടുതൽ ഊർജത്തിലാണ് ഞാൻ ഇറങ്ങുക.
ഇവര് എന്നെ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ എന്നെ വഴിക്ക് വെച്ച് തടയുക. ഈ വക ഒരു പരിപാടി ഒരു ചെയ്യില്ല. കാരണം എന്താ? അടുത്ത കേസ് വരും അവരുടെ പേരില്, അല്ലെങ്കിൽ അവരുടെ കേസല്ല, അതും അവർക്ക് ഇവിടെ ഏക പേടിയുള്ള സാധനം ഇതാണ്, മൊബൈൽ, സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ. ഇവര് എന്നെ അടുത്ത് ഒരു ഭീഷണിപ്പെടുത്തി ഞാൻ അത് വീണ്ടും അടുത്ത കണ്ടന്റ് അല്ല എന്റെ. ശരിക്കും യൂട്യൂബർ എന്ന ലേബലിലേക്ക് മാറി സാധാരണ. അത് ഇവരായിട്ട് ഉണ്ടാക്കണ ഒരു ഇതാണ്. ഞാനൊരു യൂട്യൂബർ അല്ല. എനിക്ക് നോക്കി കഴിഞ്ഞാൽ 2000 സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ ഉണ്ടാവും. ഞാൻ ഈ സാധനം ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും എനിക്ക് എൻ്റെ വീഡിയോകള് എല്ലാം റീച്ചുണ്ട്. ഏകദേശം ഒരു 5ഓളം വീഡിയോ 1 മില്യൺ അടിച്ചിട്ടുണ്ട്. എല്ലാം ഒരു ഒറ്റ ദിവസം കൊണ്ട് എന്തായാലും ഒരു 3 ലക്ഷം 4 ലക്ഷം പേര് മിനിമം കാണും ഒറ്റ ദിവസം കൊണ്ട്. അപ്പോൾ ഇതിലെ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഞാനിതില് ഒരു യുവ സംരംഭകനായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇവര് നമ്മളെ അഭിസംബോധന ചെയ്യണത് യൂട്യൂബർ, BJP-കാരൻ. കാരണം പിന്നെന്താന്ന് വെച്ചാൽ ഇവര് പറയണത് വ്യവസായി. ഇവര് കറക്റ്റ് ടൈമിലേക്ക് എത്തുന്നില്ല. ഞാനൊരു യുവ സംരംഭകനായിട്ട് എന്റെ പ്രശ്നങ്ങൾ പറയുമ്പോ അങ്ങനെ വേണ്ട ഇവര് പറയാം. ഇവരെങ്ങനെയാ പറഞ്ഞോട്ടെ, ഞാൻ എന്ത് വ്യവസായം ഇവിടെ നടത്തുന്നു, വ്യവസായം എന്നാണ് ഇവര് പറയുന്നത്. അല്ല, വ്യവസായത്തിന് ലൈസൻസ് അവർ തന്നിട്ടില്ലല്ലോ. അത് വാലിഡ് ആയിട്ടുള്ള പോയിന്റ് അല്ലേ? അതെ. അപ്പൊ ഇവരെന്താ അഭിസംബോധന ചെയ്തോട്ടെ, എനിക്ക് മറുപടി തരുമ്പോ ഞാൻ പറയണ പോയിന്റിന് വേണം പറയാൻ. ഇവര് അംഗനവാടിയുടെ അവസ്ഥ മോശമാണെന്ന് നമ്മൾ പറയുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ AC ഉള്ള ഒരു അംഗനവാടി ഉണ്ടെന്നാണ് ഇവര് പറയുന്നത്. ഇല്ലാത്തത് പറയുന്നില്ല, ഇല്ല, ഉള്ളത് ഞങ്ങൾക്ക് ഇത് ഉണ്ട് എന്ന് പറയും. ഇന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് AC ഉള്ള അംഗനവാടി ഉണ്ടെന്ന്. അപ്പൊ ഇവിടുത്തെ അംഗൻവാടി എന്ത്? അതാണ് നമ്മുടെ ചോദ്യം. ഇവരൊരു ഇതില് പറയുന്നു ഞങ്ങൾക്ക് 48 അംഗനവാടിയില് 45 സ്വന്തം കെട്ടിടത്തിലാണെന്ന്. 2 ആഴ്ച കഴിയുമ്പോ അടുത്ത വീഡിയോയില് പറയുന്നു ഇവര് 5 വാടകയ്ക്കാണെന്ന്. അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഈ പറയുന്നത്. അന്ന് ഇവർക്കൊരു കണക്കില്ലേ? അപ്പൊ ഇതൊന്നും അറിയാണ്ട് ഈ പ്രസിഡന്റുമായിട്ട് പിന്നീട് സംസാരത്തിന് ഇരിക്കോ, ചർച്ചയ്ക്ക് ഇരിക്കോ, എന്തെങ്കിലും ഒരു തരത്തിലും ചർച്ച ഉണ്ടായിരുന്നില്ല. എനിക്ക് ഒരു ഘട്ടത്തില് തോന്നി. കാരണം ഞാൻ എന്റെ നേരം പോക്കിന് ഞാൻ നോക്കണത് ഈ കമന്റ് സെക്ഷനാണ്. എന്തിട്ട് പിള്ളേരെ പെടാ, ഒരു രക്ഷയില്ലാത്ത കമന്റുകളാണ്. അപ്പോ ഞാന് പല ഇതിലും എൻ്റെ അടുത്ത് പറഞ്ഞു, പ്രസിഡന്റിന്റെ പേജിലും ഇൻസ്റ്റയിലും ഒക്കെ ആളുകള് ഭയങ്കരമായിട്ട് പോയി കമന്റ് അടിക്കുന്നത്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഒരു സ്ത്രീയാണ് അന്നത് വേണ്ടാന്ന് വെക്കാം. അവർക്കില്ലേ, അവർക്കൊരു മാനസികാവസ്ഥ കാര്യങ്ങളും ഉണ്ടാവില്ലേ. നമുക്ക് ഇതൊന്നൊന്ന് മയപ്പെടുത്താം. ഒരാളെ തന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്യണത് ശരിയല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒന്ന് വിടാനുള്ള ഒരു പരിപാടിയായിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ വൈഫ്, എൻ്റെ ഓഫീസിലെ 2 സ്റ്റാഫും കൂടി പഞ്ചായത്തിലെ സെക്രട്ടറിനെ കാണാനായിട്ട് പോയി. സെക്രട്ടറിയുടെ അടുത്ത് നമ്മൾ എന്താണ് നമ്മുടെ ലൈസൻസിന് താമസം വൈകണ് എന്നൊക്കെ അറിയാൻ പോയി. അപ്പോൾ സെക്രട്ടറി മാന്യമായിട്ട് നമ്മൾ വിളിച്ചു, കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രസിഡന്റ് വന്നിട്ട്, നിങ്ങൾ എല്ലാവരും കൂടി ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടുമോ? ഇതെന്താ എല്ലാവർക്കും ഒന്നിച്ചു കയറി വരാനുള്ള സ്ഥലം? അപ്പൊ പിന്നെ പഞ്ചായത്ത് അത് ആരുടെ ഭാഗ്യാണെന്നൊക്കെ എനിക്ക് ചോദിക്കാൻ അറിയാണ്ടല്ല. അപ്പൊ ഞാൻ ആലോചിച്ചു, എന്ത് മര്യാദയാണ്, പിള്ളേരായതൊക്കെ പഠിക്കണ്ടേ? ഒരു ജാതി ലോക്കൽ കളിയാണ് പ്രസിഡന്റ് കളിച്ചോണ്ടിരിക്കുന്നത്. അപ്പോ എനിക്ക് വേണമെങ്കിൽ അവിടെ പ്രതികരിക്കാം. കാരണം എന്നിൽ നിന്നുള്ള പ്രതികരണമാണ് അവിടെ പ്രതീക്ഷിക്കുന്നത്. കാരണം എന്റെ വൈഫിന് നടക്കണ ഒരു പറയണത്. അപ്പൊ ഒരു പഞ്ചായത്ത് ഓഫീസിൽ ഞാൻ അതിക്രമം കാണിച്ചു, അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ത്രീകളോട് കളിക്കുമ്പോ ഇവര് അടുത്ത ഇത് പറയും. പുരുഷന്മാർക്ക് ഇവിടെ എന്താണെങ്കിലും പ്രശ്നമില്ല. അതെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അന്ന് വൈകുന്നേരം ഞാൻ എന്ത് ചെയ്തു, പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്ത സാധനം പൊട്ടിച്ചു. നമുക്ക് അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇവര് കുറെ തെളിവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തെളിവടക്കം ഇവര് ഒരു ഓട്ടോറിക്ഷയുടെ വീഡിയോ, അതില് ഒരു ഏകദേശം 2 മില്യൺ. അതെ. ആ വീഡിയോയില് ഈ ഹരിതകർമ്മസേനയ്ക്ക് 14,91,000 രൂപ ഇവര് ചെലവാക്കിയിട്ടുണ്ട്. ഈ ഹരിതകർമ്മസേനയുടെ വണ്ടി ഓടിക്കാനായിട്ട് പഠിപ്പിക്കാനായിട്ട് ഇവര് 36,000 രൂപ പഠിപ്പിക്കാൻ ചെലവാക്കിയിട്ടുണ്ട്, സ്ത്രീകളെ പഠിപ്പിക്കാൻ. ആ പഠിപ്പിച്ച ആള് 22,000 രൂപയ്ക്ക് ഇവിടെ ശമ്പളത്തിനുള്ള ആളാണ് ഇവരെ പഠിപ്പിച്ചത്. പൈസ 36. ഇതൊക്കെ കണ്ടുപിടിച്ചാണ് ഓഡിറ്റ് വിഭാഗമാണ്, ഞാനല്ല. അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോ അതിന്റെ അകത്ത് അവര് തന്ന റിപ്ലൈക്കകത്ത്
സ്ത്രീകൾക്ക് ഓടിക്കാൻ പാടില്ല. പറ്റില്ല. അപ്പൊ പിന്നെ എന്തിനാണ് സ്ത്രീകളെ അതാണ് എനിക്ക് അക്രമം. കാരണം സ്ത്രീകൾക്ക് ഓടിക്കാൻ പറ്റില്ല. വിമാനം വരെ സ്ത്രീകളല്ലേ ഓടിക്കണേ. അല്ല, അതും ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ കൂട്ടത്തിൽ അവർ തന്ന റിപ്ലൈയില് ഇത് സ്ത്രീകൾക്ക് ഓടിക്കാൻ പറ്റില്ല എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നാണ് ഞാൻ ചോദിക്കണത്. അങ്ങനെ പറ്റാത്ത സാധനം ഇവരെന്തിനാ ഈ കോച്ചിങ് കൊടുക്കണത്? ഇന്ന് 15 ലക്ഷം രൂപ. എനിക്കിപ്പോ 3 വണ്ടികൾ കൊമേഴ്ഷ്യൽ വാഹനങ്ങളുണ്ട്. ഈ 3 എണ്ണം വാങ്ങുമ്പോൾ അതിൽ നിന്ന് എത്ര രൂപ കിട്ടും? അല്ലെങ്കിൽ അത് ലാഭമാണോ നഷ്ടമാണോ? അല്ലെങ്കിൽ നമ്മൾ ഒരെണ്ണം വാങ്ങും, അതിന്റെ സ്റ്റാറ്റസ് നോക്കിയിട്ട് നമ്മൾ അടുത്ത് വാങ്ങുക. ഇവര് ഈ 3 എണ്ണം വാങ്ങുന്നത് എന്തിനാ? ഒന്നും വേണ്ട. ഇത് എൻ്റെ ഒരു ഫോൺ, ഈ ഫോണിന് ഇത്ര വില. ഒരു അഖിൽമാരാറ് പറഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ്. അപ്പൊ ഇത് ഇത്ര എണ്ണം വാങ്ങുമ്പോ നമുക്ക് എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് ചോദിക്കാൻ പറ്റില്ലേ? ഞാനാണെങ്കിൽ ചോദിക്കും, എല്ലാവരും ചോദിക്കും. 3 എണ്ണം അടുപ്പിച്ച് വാങ്ങുമ്പോ നല്ലൊരു ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഇല്ലേ? GST അടക്കം അതൊക്കെ ഇവർക്ക് കിട്ടുന്നുണ്ട്. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ആർക്ക് കിട്ടണമെന്ന്. പക്ഷെ കിട്ടാൻ സാധ്യത ഏറെയാണ്. ശരിയല്ലേ? അപ്പൊ അതൊക്കെ വെച്ച് ഇവര് ഇതും ഇരിക്കാണ് ന്യായീകരിച്ച്. ഒരു മറുപടി തരുന്നില്ല. ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വിഷയത്തിൽ ഒരു ഓപ്പൺ ചർച്ചയ്ക്ക് ലൈവായിട്ട് ഇവര് വരാൻ തയ്യാറാണെങ്കിൽ മുന്നോട്ട് വരാം. ഈ പഞ്ചായത്ത് ഭരണസമിതിയും ഇവർക്ക് ഒരാളാവണ്ട, ഇവരൊരു മെയിനായിട്ട് ഒരു 5-6 ആള് ഇരുന്നോട്ടെ. ഞാൻ ഒറ്റയ്ക്ക് മതി. ഒരു മോഡറേറ്ററും വെച്ച് ലൈവ് ഈ ആരോപണങ്ങൾക്കൊക്കെ എന്റെ ഭാഗത്തുനിന്നുള്ള മറുപടി ഉൾപ്പെടെ ഇവര് വരില്ലേ? പേടിച്ചൂര്. അപ്പൊ നിലവിലത്തെ അവരുടെ സ്റ്റാൻഡ് എന്താണ്? അവര് നമ്മളെ മാക്സിമം ദ്രോഹിക്കും, നമ്മള് നേരിടും. കട്ടക്കമ്പനിക്ക് ലൈസൻസ് തരില്ല. ഇതാണ് നമ്മുടെ കട്ടക്കമ്പനി. നമ്മള് ഈ രൂപത്തിലാക്കി. ഇപ്പൊ കട്ടക്കമ്പനി ഇല്ല, നമുക്ക് ഇല്ല. നമ്മളതിനെ രൂപാന്തരം മാറ്റിയിട്ടാണ് ഈ രൂപത്തിൽ. അല്ല, ശരിക്കും കട്ടക്കമ്പനിക്ക് ലൈസൻസ് തരില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നതുകൊണ്ടാണ് പിന്നെ മാറ്റിയത്, ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്കി മാറ്റി. അതിന് തരാത്തതിന്റെ റീസൺ എന്താ? കിട്ടി. ഇപ്പൊ നമുക്കൊരു ആ ഒരു ബിൽഡിങ്ങിന്റെ നമ്പർ മാത്രമാണ്, അതിന് നമ്മൾ തന്നെയാണ് അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് നമ്മൾ അടുത്ത് തന്നെ അത് വാങ്ങും. തരില്ല എന്നൊന്നും പറഞ്ഞാൽ നടക്കണ കാര്യമൊന്നുമല്ല, നമ്മത് വാങ്ങും, അത്രേ ഉള്ളൂ. ഇപ്പം നിലവിൽ ചർച്ച വരുന്നത് അതിലൊരു BJP-കാരനാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഭരണത്തിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് BJP-കാർ ഇറക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളതാണ്. അതിന്റെ രാഷ്ട്രീയം എന്താണ്? ഞാൻ പറയാം. ഞാൻ ജോലിക്ക് ആദ്യമായിട്ട് പോണത് ഒരു ക്രിയേറ്റീവ് പൈൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലാണ്. അതിനുശേഷം അജിത്ത് അസോസിയേറ്റ്സ് ആൻഡ് ആർക്കിടെക്ട്സ് എന്ന് പറഞ്ഞ എറണാകുളം ബേസ് ചെയ്ത ഒരു കമ്പനിയാണ്. അവരുടെ ഒരു പ്രൊജക്റ്റാണ് BJP-യുടെ സ്റ്റേറ്റ് ഓഫീസ് മാരാർജി ഭവൻ. ഈ ഇടയ്ക്കാണ് ഉദ്ഘാടനം ചെയ്തത്. 2018 അമിത്ഷാണ് അത് തറക്കല്ലിട്ടത്. ആ സമയത്ത് ആ പ്രൊജക്ടിന്റെ സൈറ്റ് എഞ്ചിനീയർ ആയിരുന്നു ഞാൻ. 2018 മുതൽ ട്രിവാൻഡ്രത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, 2017 മുതൽ. അങ്ങനെ അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ, ബേസ്മെന്റ്, അങ്ങനെ സ്ട്രക്ചർ മൊത്തം 2019-20 കംപ്ലീറ്റ് ആയി. ആ സമയം വരെ ഞാനായിരുന്നു അവിടെ വർക്ക്. ഇപ്പം എൻ്റെ ക്ലയൻസ്, അതായത് ഞങ്ങളുടെ കമ്പനിൻ്റെ, നമ്മളിപ്പോൾ ഒരു വീട് പണിയാണെങ്കിൽ ആ വീട്ടുകാരായിരിക്കും എൻ്റെ ക്ലയൻസ്. ഞാൻ ആ ബിൽഡിങ് പണിയുമ്പോൾ എൻ്റെ ക്ലയൻസ് എന്ന് പറയുന്നത് BJP സ്റ്റേറ്റ് ആണ്. അപ്പോൾ ആ സമയത്ത് കുമ്മനം രാജശേഖരൻ, ശ്രീധരൻപിള്ള സാറ്, K സുരേന്ദ്രൻ, ഇവരൊക്കെ സംസ്ഥാന പ്രസിഡന്റുമാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ നമുക്ക് കാണാനും, ഇപ്പൊ ഈവൺ അമിത്ഷാനടക്കം നമുക്ക് കാണാനും, നമ്മളങ്ങനെ നമ്മളെ പോലെ ഒരു സാധാരണക്കാരൻ കാണുമ്പോൾ ഈവൺ നമ്മൾ അവരുടെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ അതെൻ്റെ ഫേസ്ബുക്കിലും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ന സ്ഥലത്താണ് വർക്ക് ചെയ്തത്, ഇന്ന ജോലിയായിരുന്നു എന്ന് എൻ്റെ നാട്ടിൽ എല്ലാവർക്കും അറിയാം. ഇതൊരു രഹസ്യമായ ഒരു സംഭവമല്ല. ഈവൺ അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഞാൻ നാട്ടിലെ ഈ പരിപാടികളൊക്കെ തുടങ്ങിയത്. ഇവിടെ തുടങ്ങിയിട്ട് ഞാൻ ഗവൺമെന്റ് വർക്ക്സ് എടുക്കാറുണ്ട്. ഈവൻ ഞങ്ങളുടെ MLA KK രാമേന്ദ്രനാണ്, ആളൊരു CPM ഇതിൽ നിന്ന് വന്ന ആളാണ്. ആളുടെ കൂടി ഞാൻ ഫോട്ടോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരാളുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല. ഞാൻ ഒരു പണിയണ വീട് ഇപ്പൊ ഒരു ആരെയാണെങ്കിലും ഞാൻ അവരെ കൂടെ ഫോട്ടോ എടുക്കും. അതൊക്കെ എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ. ഞാൻ പറയണ പോയിന്റിനുള്ള മറുപടിയാണ് ഇവർ പറയണ്ടേ. ഞാനൊരു പാർട്ടിയുടെ ഭാരവാഹിയല്ല. മെമ്പർഷിപ്പ് ഉണ്ടോ? ഒരു പാർട്ടിയിൽ എനിക്ക് മെമ്പർഷിപ്പ് ഇല്ല. പല ആളുകളും നമ്മളെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ ഈവൻ കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, CPI ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, പല ആൾക്കാരും നമ്മളെ പല വീഡിയോകൾക്കും നമ്മൾ നല്ല സപ്പോർട്ടാണ് നമുക്ക്.
ഇപ്പോൾ ഒരു വിവരാവകാശം കൊടുക്കുമ്പോൾ ഒരു വ്യക്തി കൊടുത്ത് പോകുമ്പോൾ എന്തായാലും കൂടെ ഒരാൾക്ക് കക്ഷി ചേരാൻ പറ്റും. അങ്ങനെ ആരെങ്കിലും കക്ഷി ചേർന്നിട്ടുണ്ടോ ഇതിലേക്ക്, ഞങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ളത്? എല്ലാവരും വാക്കാലുള്ള സപ്പോർട്ടുകളാണ് നമുക്ക് തന്നേക്കുന്നത്. ഒരു കാര്യത്തിലും ഒരാളും നമുക്കായിട്ട് കക്ഷി ചേർന്നില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഈ ഫൈറ്റ് നമ്മൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് എൻ്റെ ഈ വീഡിയോ കൊണ്ട് കേരളത്തിലെ പല ഭാഗത്തും പല ചെറുപ്പക്കാരും ഇതിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. പല ആൾക്കാർ വീഡിയോസ് ഇട്ട് എനിക്ക് ഇതാക്കാണ്ട് ഞാനത് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഒരു പ്രതികരണ ശേഷി വരണം, പേടി മാറ്റണം നമ്മുടെ ചെറുപ്പക്കാരൻ. അപ്പൊ നല്ലൊരു റിസൾട്ട് ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഉന്നതങ്ങളിൽ നിന്ന് ആരെങ്കിലും കോള് വരികയോ അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പല ആളുകളും പല ടീമുകൾ നമ്മളെ വിളിക്കാറുണ്ട്, മെസ്സേജുകൾ വരാറുണ്ട്. അത് പാർട്ടി ബേസ്ഡ് ആണോ? അല്ലാതെ പാർട്ടി ഒന്നല്ല, ആളുകള് അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള നല്ല പല മേഖലയിലുള്ള ആൾക്കാര്, ഇൻഫ്ലുവൻസേഴ്സ്, അങ്ങനെ ഒരുപാട് പേര്, സിനിമക്കാര് വരെ മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നു. പുറത്ത് പറയാൻ പറ്റുന്ന ആരെങ്കിലും? ഇപ്പൊ ജോജു തമ്പി, സൈലാനന്ദു, അങ്ങനെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് സപ്പോർട്ടാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ അവസാനം എന്തായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ്? നമുക്ക് അങ്ങനെ ഇതിലേക്ക് വന്നപ്പോ നമുക്ക് ഇതിലൊരു ഉദ്ദേശമോ അല്ലെങ്കിൽ ഒരു അവസാനം ഇത് കണ്ടില്ല. നമ്മളിവിടെ ചെറുപ്പക്കാർക്ക് ഇവിടെ കുറച്ചും കൂടി ഒക്കെ അവസരങ്ങൾ വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനിപ്പോ ഇത് പറഞ്ഞുകൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. പരമാവധി നമുക്ക് ഫൈറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ചെറുപ്പക്കാരുടെ ഒരു മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഇവർക്കൊരു ഗൈഡൻസോ കാര്യങ്ങളൊന്നും ഇവിടെ കിട്ടുന്നില്ല. മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ലാക്ക് ഓഫ് റോൾ മോഡൽസ് ആണ്. നമ്മുടെ നാട്ടില് നമ്മുടെ ചെറുപ്പക്കാർക്ക്, ഈവൻ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ നാട്ടിൽ ആരെ റോൾ മോഡലാക്കി നമ്മൾ കാണിച്ചു കൊടുക്കും? ഇവിടുത്തെ ആളുകളുടെ പ്രശ്നം, ഇവര് വൈകുന്നേരമായ വെള്ളടി, സിഗരറ്റ് വലി, ഈ വക പരിപാടിയുള്ളവരാണ് നമ്മുടെ നാട്ടിലെ ആളുകള്. അല്ലെങ്കിൽ ഒരു ഓണം, വിഷു, ക്രിസ്മസ്, ഒരു ഉത്സവം വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ ഈ മദ്യപാനം ഇതൊക്കെ ഉള്ളവരാണ്. എന്നിട്ട് ഇവരാണ് നമ്മുടെ ചെറുപ്പക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇതൊക്കെ തികഞ്ഞ് ഒരു അത്യാവശ്യം മാന്യമായ ഒരു ജോലി ചെയ്ത് ഓരോ നാട്ടിലും റോൾ മോഡൽസ് വേണ്ടേ? നമുക്കിപ്പോ ഗാന്ധിജി അല്ലെങ്കിൽ അബ്ദുൽ കലാം എന്നൊക്കെ പറയാം, പക്ഷെ അതിന് ഒക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതൊന്നും ആളുകൾക്ക് അങ്ങനെ എത്തില്ല. നമുക്ക് എപ്പോഴും നമുക്ക് കാണാനും നമുക്ക് ആക്സസ് ചെയ്യാനും പറ്റിയ റോൾ മോഡൽസ് വേണം. ആരോടത്തെ റോൾ മോഡൽസ്? രാഷ്ട്രീയക്കാരാ? ഒരിക്കലും അല്ല. നമ്മുടെ നാട്ടില്, നമ്മുടെ നാട്ടിൻ പുറങ്ങളില് ഓരോരുത്തരും കാണിച്ചു കൊടുക്കാൻ പറ്റിയ റോൾ മോഡൽസ് ഇല്ല ഇന്ന്, അല്ലേ? അപ്പൊ എനിക്ക് ആയാലും നമ്മുടെ മക്കൾക്ക് പിന്നെ ആരെ കാണിച്ചു കൊടുക്കും നമ്മള്? അങ്ങനത്തെ ഇനി കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ വളരെ വിരളായിട്ട്. ഇനി നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുന്നത് എങ്ങനെ വേണം? നമ്മള് ആ മക്കള് റോൾ മോഡലാവാൻ പറ്റണം, അല്ലേ? കൊടുത്ത് അടുത്ത തലം. കാരണം ഇന്നൊരു ക്വാളിറ്റി ഉള്ള ആളുകൾ പോലും ഇവിടെ നിൽക്കുന്നില്ല. നമുക്ക് ഇപ്പൊ ഈവൻ നമ്മുടെ നാട്ടിലായാലും ഒരു നല്ലൊരു പയ്യൻ, അവനിവിടെ നിൽക്കാനുള്ള സാഹചര്യം വേണ്ടേ? അല്ല, അതിന്റെ പ്രധാന കാരണം തൊഴിലില്ലായ്മയാണ്. ഇനി ഒക്കെ പോട്ടെ. ഇപ്പൊ മാഡത്തിന് അറിയാം, ഇപ്പൊ ഒരു ഇൻഡീഡ്, ലിങ്ക്ഡിൻ, നൗക്കരി, ഇത്തരം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഇത് എങ്ങനെ ഇതിൽ അപ്ലൈ ചെയ്യാന്ന് പോലും അറിയാത്ത, ഇതെന്താന്ന് പോലും അറിയാത്ത ചെറുപ്പക്കാരുള്ള നാടാണ് കേരളം. ഒരു അപ്പർ മിഡിൽ ക്ലാസ് ആളുകൾക്കാണ് ഇതെന്താന്നും ഒരു റെസ്യൂം തയ്യാറാക്കാനും അറിയുള്ളൂ. അല്ല, അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തിനെ നമ്മൾ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് മാറും. അത് ചോദ്യം ചെയ്യണമെന്ന് അവർ സ്വയം ആലോചിക്കണം. ഞാൻ പറയണത് ഇതിലെങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നമ്മുടെ നാട്ടിൻപുറത്തുള്ള പിള്ളേരുകൾക്ക് അറിയില്ല. ഒരു റെസ്യൂം തയ്യാറാക്കാൻ അവരെ പഠിപ്പിക്കുന്നില്ല. അവർക്കൊരു ജോലി കിട്ടിയ എത്ര കാശ്, എങ്ങനെയൊക്കെ, മണി മാനേജ്മെന്റ് എവിടെ പഠിപ്പിക്കുന്നു? ഇവിടെ പഠിപ്പിക്കുന്നില്ല. ഇവിടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് അവർക്ക് കിട്ടുന്ന സാലറിയിലും കൂടുതൽ അവർക്ക് EMI. മനസ്സിലായോ? ആ EMI എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു മണി മാനേജ്മെന്റ് പിള്ളേരെ പഠിപ്പിക്കുന്നില്ല. ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജോലിയില്ല എന്ന് പറയുന്നത്. ജോലിക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഒരു റെസ്യൂം എങ്ങനെ ഉണ്ടാക്കാം, ഈ പറഞ്ഞ സോഫ്റ്റ്വെയറുകൾ എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെയൊക്കെ ഇതിനെ അപ്ലൈ ചെയ്യാം, ഒരു മെയിൽ അയക്കാൻ പോലും അറിയാത്ത പിള്ളേരുകളുണ്ട്. ഞാൻ പറയണത് ഇപ്പോഴത്തെ സ്കൂളിംഗ് സിസ്റ്റവും കോളേജ് സിസ്റ്റവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്.
പക്ഷെ അത് പ്രോപ്പർ ആയിട്ടാണോ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് എത്തണില്ല. ഇല്ല. മനസ്സിലായി? ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഇവിടെ കാര്യങ്ങൾ എത്തണം. അതിന് ഇവിടെ ആകെ കുറച്ച് കോഴ്സുകൾ അറിയാം. അത് തന്നെയാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രോപ്പർ കരിയർ ഗൈഡൻസ് കിട്ടണില്ല. ഇതൊക്കെ നമ്മുടെ പഞ്ചായത്ത് ആ ഫണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെലവാക്കണ്ടല്ലോ. ഓരോ വാർഡിലും പിള്ളേരുകൾക്ക് കരിയർ ഗൈഡൻസ് കൊടുക്കട്ടെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം പൈ സ്കൂൾ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം നടത്തുന്നു. അപ്പം അത്തരം ഗൈഡൻസ് ഇത് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഞങ്ങ കൊടുക്കുന്നുണ്ട്. ഞങ്ങ ഇത്തരം ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങള് ഞങ്ങൾ 1 രൂപ പൈസ പോലും വാങ്ങേണ്ടി ഞങ്ങൾ ചെയ്തു കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനം. ഇപ്പോ ഇവിടെ സംരംഭകര്, എന്റെ നാട്ടില് സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് ഒരു ഗൈഡൻസും ഒരാളും കൊടുക്കുന്നില്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം എന്താന്ന് പോലും ഇവിടെ ആൾക്കാർക്ക് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, അതൊരു ഏരിയയുടെ പ്രശ്നമാണ്. ഇപ്പൊ നമ്മള് ഇതിപ്പോ തൃശ്ശൂർ ടൗണിലോ എറണാകുളം ടൗണിലോ ഈ വിഷയമില്ല. ഇല്ല, അതല്ല, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ വേണ്ടിട്ട് ആളുകളുണ്ട് കൊച്ചിയിൽ. ഞാൻ പറയണത് എന്റെ നാട് എന്ന് പറഞ്ഞ ടിപ്പിക്കൽ നാട്ടുമ്പുറമാണ്. ഇവിടെ കേരളത്തില് ഇത്തരം നാട്ടുമ്പുറങ്ങൾ ഒരുപാടുണ്ട്. ഇവിടെ ഇതിന്റെ സാധ്യതകൾ എത്തുന്നില്ല. ഇന്ന പോലെ സാങ്കേതിക വിദ്യകൾ ഉണ്ടെന്ന് ഇവർ അറിയണില്ല. അപ്പോ ഇതിലേക്ക് എത്തണമെങ്കിൽ ഒരു സംസ്ഥാന ലെവലിൽ ഒരു മെയിൻ ഇത് മാത്രമല്ല, നാട്ടുമ്പുറങ്ങൾ വികസിച്ചാലാണ് ഈ പറഞ്ഞ ഒരു സംസ്ഥാനത്തിന്റെ വികസനം വരുള്ളൂ. അത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ 14 ജില്ലകളിലും ഇതേപോലെ ഒരാൾക്കാര് ഒന്നോ അതിലധികം ആൾക്കാരോ വേണ്ടി വരും. പക്ഷെ ഇപ്പൊ ഒരു തൃശ്ശൂരുള്ള ഒരു അതിൽ വിചാരിച്ചാൽ കേരളം മൊത്തം നന്നാവും നമുക്ക് പറയാൻ പറ്റും? പറ്റില്ല. ഇത്തരം ഒരു പരിപാടി നടത്തി, ഇതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടായി, ഇത് നമുക്ക് പ്രഷറയിക്കാം. ഇത്തരത്തിലുള്ള പരിപാടി പഞ്ചായത്തുകൾ നടത്തണം എന്ന് നമുക്ക് പറയാം. പഞ്ചായത്ത് വെറുതെ ഓരോരോ പരിപാടി നടത്തണല്ലോ. ഇത്തരത്തിലൊരു പരിപാടി നടത്തി എത്ര കാശ് നഷ്ടം വരും? അതൊക്കെ പഞ്ചായത്തിനെ സംബന്ധിച്ച് അഫോർഡബിൾ ലോസ് ആണ്. അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തുമ്പോൾ ഇവർക്ക് ഈ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കേണ്ടി വരില്ല. ഞാൻ ഈ സംരംഭകർക്ക് ഒരു ക്ലാസ് കൊടുത്തപ്പോൾ 68 പേര് ഇവിടെ വന്നു. പഞ്ചായത്ത് ഇങ്ങനത്തെ ഒരു ക്ലാസ് കൊടുത്താൽ 68 പേര് ഇവിടെ വരുന്ന എനിക്ക് യാതൊരു ഉറപ്പില്ല. അപ്പോ ഇങ്ങനെ നമ്മളൊരു ശ്രമം നടത്തുന്നു. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്, അല്ലേ? അപ്പോ നമ്മളിങ്ങനെ നടത്തി നോക്കുന്നു. ചിലത് ശരിയാവും, ഇനി ശരിയായില്ലെങ്കിൽ നമുക്ക് സംബന്ധിച്ച് നഷ്ടമില്ല. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും നമുക്ക്. ഇത് നമ്മള് ഇത്തരം കാര്യങ്ങളും കൂടി നമ്മൾ ഇനി അടുത്ത ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് നമ്മൾ ഇതിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അടുത്ത വർഷം ഇലക്ഷനിൽ നിൽക്കുന്നു, മത്സരിക്കാൻ അത് പറയണവരടുത്ത് എനിക്ക് ഒറ്റ കാര്യം, ഞാൻ ഇലക്ഷനിൽ നിൽക്കില്ല. എൻ്റെ നിലപാടാണത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു എന്താ പറയാ, ഞാൻ എൻ്റെ സ്റ്റാർട്ടപ്പുകളെല്ലാം ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആണ്. ഞാൻ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള രാവിലെ മുതൽ ഞാൻ ഇതിന്റെ പിന്നാലെ നിന്നാലാണ് എൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഓടുള്ളൂ. അപ്പോ ഞാൻ ഒരു എന്താ പറയാ, ഒരു ദിവസത്തിൽ ഒരു മണിക്കൂറൊക്കെയാണ് ഞാൻ ഈ കാര്യങ്ങൾക്കായിട്ട് ഇപ്പൊ മാറ്റി വെച്ചോണ്ടിരിക്കുന്നത്. നമ്മള് ഈ മേഖലയിലേക്ക് ഇറങ്ങണമെങ്കിൽ ഇതിലും 100% ഡെഡിക്കേറ്റ് ആയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പൊ എന്റെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നാട് നന്നാക്കാൻ പോകുമ്പോ വീട് കൊളായ കാര്യമില്ലല്ലോ. അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ തവണ ഒരു തരത്തിലുള്ള ഇലക്ഷനോ കാര്യങ്ങളോ ഇത്തവണ എന്നല്ല, ഫ്യൂച്ചറിൽ ഇനി ഇലക്ഷനിൽ ഏതെങ്കിലും പാർട്ടിയുടെ അണ്ടറിൽ മത്സരിക്കാൻ സാധ്യതയുണ്ടോ? ഞാൻ ഇപ്പൊ എല്ലാവരും പറഞ്ഞത് ഈ പഞ്ചായത്ത് ഇലക്ഷൻ ഇപ്പൊ പ്രസന്റ് ഇതാണല്ലോ. ഇപ്പോ ഒരു പഞ്ചായത്ത് ഇലക്ഷന് ഞാൻ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കണില്ല, ഞാൻ അതിൽ നിൽക്കാൻ ഇതില്ല. ഇനി ഒരു പക്ഷെ 5 വർഷം കഴിയുമ്പോഴത്തെ സിറ്റുവേഷൻ എന്താന്ന് പറയാൻ പറ്റില്ല. 5 വർഷം മുന്നത്തെ ഞാനല്ല ഇപ്പോഴത്തെ ഞാൻ. 5 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ ഒരു 2020 പോലെ പുതിയൊരു പാർട്ടി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഞാൻ മത്സരിക്കാം. അതൊക്കെ എൻ്റെ അപ്പോഴത്തെ രീതിയാണ്. ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ കമന്റുകൾ വന്നേക്കുന്നത് ഈ പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കണം, പ്രസിഡന്റ് ആവണം, അങ്ങനെ പല കമന്റുകളാണ് ഞാൻ കണ്ടേക്കുന്നത്. അപ്പോ എന്റെ അതിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ എന്തായാലും ഇപ്പോ അങ്ങനെ ഒരു പറഞ്ഞതില് 20 പോലെ ഒരു പാർട്ടി രൂപീകരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത് അതും ഒരുപാട് ചെറുപ്പക്കാരെന്നോട് പറയുന്നുണ്ട് അത്തരത്തിലൊരു പുതിയ സാധനം കൊണ്ടുവരണം. അല്ല, സാധ്യത എന്നുള്ളത് തന്നെയാണ് ഞാനും പറയുന്നത്. അപ്പം നിലവിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിനെയും അനുകൂലിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ രീതികളോട് താല്പര്യം ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം. അങ്ങനെ മൊത്തത്തിൽ പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇത് എനിക്ക് വന്ന കമന്റ്സുകളാണ്. അതായത് പുതുതായിട്ട് ഇങ്ങനെ തുടങ്ങണം, നമുക്കത് എത്രത്തോളം പ്രാക്ടിക്കൽ ആവും എന്നറിയില്ല. ഇനി
ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ നമ്മള് ഈ 1 മാസം മുന്നോ അല്ലെങ്കിൽ 2 മാസം മുന്നോ ഉള്ള സിറ്റുവേഷനിൽ ഇപ്പോ ചിത്രം മാറി. ഇനി അടുത്തത് എങ്ങനെയാ പോകുന്നു. ഇപ്പൊ നെക്സ്റ്റ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് ഓഗസ്റ്റ് 15 വരെ ഉള്ള പ്ലാനാണ് എന്റെ കയ്യിലുള്ളൂ. ഞാൻ ഇന്ന ആഴ്ചകളിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന പോലെയാണ് നമ്മൾ അടുത്തൊരു സ്ട്രാറ്റജി നമ്മൾ ഉണ്ടാക്കിയിരുന്നത്. അതുവരെ നമ്മൾ പോകുന്നു. എൻ്റെ ഒരു സോഷ്യൽ മീഡിയ ടീമുണ്ട്, എനിക്ക് എൻ്റെ സ്റ്റാഫ് ഒരു കോർ ടീമുണ്ട്. അപ്പോൾ നമ്മളൊരു ആശയം പറഞ്ഞാൽ അവർ വിശകലനം ചെയ്യുന്നു, മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ കട്ട് ചെയ്യുന്നു, അത് വേണ്ട അവർ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നു. അങ്ങനെ നമ്മളൊരു യൂത്തിന്റെ ഒരു പൾസിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവര് പറയാണ് നമുക്ക് ഇന്ന അടുത്ത പരിപാടി പ്ലാൻ ചെയ്യാന്ന് പറയുമ്പോൾ അങ്ങനെ ഇപ്പൊ ഞങ്ങൾ ഓഗസ്റ്റ് 15 വരെയുള്ള പ്ലാനിങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ ആ പ്ലാൻ പ്രകാരമാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇതില് അടുത്ത ആഴ്ച നമ്മള് കേരളത്തിൽ ഇന്ന വരെ ഒരാൾ ചെയ്യാത്ത ഒരു പരിപാടി നമ്മൾ ആദ്യം പറയാറായെന്ന് വെച്ചാ അത് ഒരാളെയും കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യമല്ല, പക്ഷെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോ അതൊരു വെറൈറ്റി ആയിരിക്കും. ഇപ്പം സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യാൻ ആൾക്കാരുണ്ടെന്ന് പറയുന്നു. അപ്പം അതിന്റെ പിന്നിൽ മറ്റു കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? എന്ത് അതിനെ മുന്നോട്ട് നയിക്കുന്നത് മറ്റാരുടെയെങ്കിലും ഇൻഫ്ലുവൻസ് കൊണ്ടാണോ എന്ന് ചോദിക്കുന്നത്. ഞാനേ എൻ്റെ പ്രായം എന്ന് പറയുന്നത് 29 വയസ്സാണ്. എനിക്ക് എപ്പോഴും എൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പല ഇതിലും പറയാറുണ്ട്, ഈ രക്ഷാധികാരി ബൈജു ഇല്ലേ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പ്ലോട്ടാണ്. ഞാൻ അതുപോലെയാണ്, ഞാൻ ഇവിടുത്തെ നാട്ടിലെ പിള്ളേരുകളുടെ കൂടിയാണ് മെയിൻ. എൻ്റെ ഒരു പിള്ളേര് കാറ്റഗറി എന്ന് പറഞ്ഞ ഒരു 17-18 വയസ്സ് തൊട്ടുള്ള ഒരു 23-24 വയസ്സുള്ള പിള്ളേര്, അവരായിട്ടാണ് നമ്മുടെ കൂടുതൽ കമ്പനികൾ. എൻ്റെ കൂടെ ഉള്ളവരൊക്കെ നാടോട്ട് പോയി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവര് ആണ് എൻ്റെ കോർ ടീം. ഞാനിവിടെ ഒരു ക്ലബ്ബ് പുറകിൽ പ്രബലരില്ല, പിള്ളേരാണ് നമ്മുടെ ശക്തി. അപ്പൊ അവര് പറയും ചേട്ടാ നമുക്ക് ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം. ഈവൻ ഞാൻ ഇടുന്ന ഷർട്ട് വരെ അവരാണ് തീരുമാനിക്കുക. ചേട്ടാ ഈ ഇത് വേണ്ട, നമുക്ക് ആ ഷർട്ട് ഇട്ട് ഇങ്ങനെ സാധനം വെക്കാം, ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇങ്ങനെ വെക്കാം, എന്നായിക്കോട്ടെ. ഒരു PR ടീം. അതായത് നമ്മുടെ നാട്ടിലെ പിള്ളേര് സെറ്റ്, അത് നാട്ടിലെ പിള്ളേര് അതുകൊണ്ട് PR. അതെ. അപ്പൊ ഇവര് പറയാ അവരോട് അങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മളവര് പറയാൻ റെഡിയാണ്. സാമ്പത്തിക നേട്ടം ഉദ്ദേശിക്കുന്നില്ല, ഒരു തരത്തിലുള്ള സാമ്പത്തിക. ഇപ്പൊ എനിക്ക് തന്നെ ഒരു 10-20 ടീമെങ്കിലും കൊളാബ് വീഡിയോ ആ വീഡിയോ എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും വന്നിട്ടുണ്ട്. നമ്മളതൊന്നും എടുക്കണില്ല. നമ്മൾ ചെയ്യുന്ന അതും എനിക്ക് ഒരു മിനിമം എനിക്ക് തോന്നുന്നു ഒരു 10,000 രൂപ വെച്ച് വാങ്ങണമെങ്കിലും പൈസ ഞാൻ പരിപാടിക്കില്ല. കാരണം എന്തിനത്, ഞാൻ പറഞ്ഞല്ലോ, സാമ്പത്തികം വാങ്ങാനോ കൊടുക്കാനോ ഞാൻ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നില്ല. ചില ആൾക്കാർ ഞങ്ങൾക്ക് ഇന്ന സഹായം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ചാരിറ്റി പോലെ. അപ്പം റോൾ മോഡൽസിനെ പറ്റി പറഞ്ഞു, അതിന്റെ റോൾ മോഡൽ ആരാണ്? ഞാനത് നല്ലൊരു ചോദ്യമാണ്. കാരണം ഇവിടെ ബിജു രാമൻകുട്ടി എന്ന് പറഞ്ഞ് ഒരു ചേട്ടനുണ്ടായിരുന്നു. എൻ്റെ വീടിന്റെ അടുത്തായിരുന്നു താമസം. ഇപ്പോൾ ഇവിടുന്ന് 1 കിലോമീറ്റർ മാറി, ഒരു 1/2 കിലോമീറ്റർ മാറിട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ആൾക്ക് ഡോക്ടറേറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആള് വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആള് വളരെ സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന്, ആളുടെ അച്ഛനമ്മയ്ക്ക് കൃഷിക്കാരായിരുന്നു, അങ്ങനെ ഒന്നാണ്. അപ്പൊ ഞാനൊരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ആൾക്ക് ഡോക്ടറേറ്റ് കിട്ടുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ആളൊരു തരത്തിൽ ദുശീലങ്ങളില്ല, ഈവൺ ഇന്നത്തെ ദിവസം വരെ ഇല്ല എന്നാണ് എൻ്റെ അറിവ്. ഉണ്ടോന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഇതില് ആള് എൻ്റെ ചെറുപ്പത്തിൽ എനിക്കൊരു റോൾ മോഡലായിരുന്നു. കാരണം ഞാൻ ആളായിട്ട് അധികം സംസാരിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്തില്ല, പക്ഷെ നമ്മൾ ഈ നാട്ടിലെല്ലാവരും ഒബ്സർവ് ചെയ്യാറുണ്ട്. ഇപ്പോ ആള് കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ ജീവിതത്തിൽ ഒരു തരത്തിലും ഒരു ലഹരിയും ഞാൻ ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയാണ്. ഈവൺ ഒരു ബിയറോ ഒരു വൈൻ പോലും ഞാൻ കുടിക്കാറില്ല, ഒരു തരത്തിലും. ഞാനത് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാത്തൊരു കാര്യമാണ്. പിന്നെ ഞാനൊരാളെ ഞാൻ കണ്ടിട്ടില്ലാന്ന്. അതിന് കുറച്ചുകൂടെ ക്ലാരിറ്റി വേണം. അത് ആളെ എന്തുകൊണ്ടാക്കിയത് ഞാൻ നോക്കുമ്പോൾ ഞാൻ എന്താ വെച്ചാൽ നമ്മുടെ ശീലങ്ങള് ഞാൻ പറയുന്നത് നമ്മളെപ്പോഴും ലഹരിക്ക് ഞാൻ എൻ്റെ സ്റ്റാൻഡ് അതാണ്. ഇതൊന്നുമില്ല, അത്യാവശ്യം ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നിട്ടും ആൾ ഇത്രയ്ക്ക് പഠിച്ചു ജോലിയൊക്കെ ആയി. അതെ, അപ്പോൾ അതൊരു ചെറിയ റോൾ മോഡലായിരിക്കാം, പക്ഷെ എനിക്ക് വിസിബിൾ ആയുള്ള ഒരു റോൾ മോഡലായിരുന്നു. ഫാമിലിന്ന് അച്ഛനെയോ അമ്മേനെയോ ഒന്നും തോന്നിയിട്ടില്ല. അതായത്
നമുക്ക് എന്താ വെച്ചാൽ അവരൊക്കെ സാധാരണ ഇപ്പൊ അമ്മേനെയാക്കി, പക്ഷെ ഒരു അത് വിട്ട് അവർക്കൊക്കെ ഒരു വിദ്യാഭ്യാസം ഉണ്ട്, അവര് പക്ഷെ ഒരു പോരാടി ഒരു ആ ലെവലിലേക്ക് എത്തി, അല്ലെങ്കിൽ ഒരു നല്ല ശീലം, അല്ലെങ്കിൽ ഒരു നല്ല ജോലി, ഒരു എല്ലാം കൊണ്ടും പെർഫെക്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇപ്പം വീട്ടുകാരൊക്കെ ഓക്കെ. പക്ഷെ ഞാൻ പറയണത് വീട്ടുകാരെ ഉപരി നമുക്ക് നാട്ടില് എനിക്ക് വേണമെങ്കിൽ എനിക്ക് എൻ്റെ കാര്യം മാത്രം നോക്കി എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം, ആരെന്നോട് തോന്നി ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു എന്താ പറയാ, നമ്മുടെ ഇവിടുത്തെ ചെറുപ്പക്കാർക്കും എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു സഹായമായിട്ടും അങ്ങനെ ഒരു റോൾ മോഡലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതില് ഈ മദ്യപാനം ലഹരിയൊക്കെ ഒരു മെയിൻ ഘടകം തന്നെയാണ് ഇന്നത്തെ. അതൊക്കെ മെയിൻ ആണ്, ഇല്ലാന്ന് പറയുന്നില്ല. ഞാനിപ്പോഴും ഉദ്ദേശിക്കണത് ഒരു പ്രാവശ്യം തുടങ്ങിയ ആൾക്ക് നിർത്താൻ ബുദ്ധിമുട്ടായിരിക്കും, അത് തുടങ്ങാതിരിക്കണ വലുത്. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അതിനെ റോൾ മോഡലായിട്ട് അംഗീകരിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ശരിയാണ്, ശരിയല്ലേ? അത് ഞാനത് തൊടില്ല, മദ്യം മയക്കുമരുന്ന് അതിലൊരു പ്രശ്നമില്ല. അത് തുടങ്ങാതിരിക്കണ ആളുകള് പവർഫുൾ ആയിട്ടുള്ള ഡിസിഷൻ എടുത്ത ആളുകളാണ്. അല്ല, ഞാനും മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ തന്നെയാണ്. ആ ഒറ്റ കാരണം എങ്ങനെ റോൾ മോഡൽ ആക്കാൻ അത് ഓരോരുത്തർക്കും ഡിപ്പെൻഡാണ്. ഇപ്പൊ ഓരോരുത്തർക്ക് വിചാരിക്കാം കുഴിമന്തിയാണ് ഏറ്റവും നല്ല ഭക്ഷണം, അല്ലെങ്കിൽ ബിരിയാണിയാണ് ഏറ്റവും നല്ല ഭക്ഷണം. അത് ഓരോരുത്തരുടെ ചിന്തയാണ്. എന്റെ രീതിയില് ഞാൻ പറയണത് ലഹരി ഇന്ന വരെ ഉപയോഗിക്കാത്ത ആളുകള് അത് റോൾ മോഡൽസ് ആണ്. കാരണം അവർക്ക് ഇപ്പൊ എനിക്ക് എത്ര സാഹചര്യങ്ങളിൽ എനിക്ക് ഈ സാധനങ്ങൾ അവൈലബിൾ ആണ്, ഞാനതൊക്കെ വേണ്ട എന്ന് വെക്കണത് അത് നമ്മുടെ മൈൻഡിന്റെ ഒരു ഡിസിഷൻ, അതൊരു വ്യക്തിയുടെ തീരുമാനമാണ്. എന്നെ സ്വാധീനിച്ച ഘടകം അതാണ്. വേറെ ആളെ വേറെ ഘടകമായിരിക്കും, വേറെ ആൾക്കാർ പൈസ ആയിരിക്കും നോക്കുക, ചിലൊരു ജോലിയുടെ പൊസിഷൻ ആയിരിക്കും നോക്കുക. ഞാൻ അവരുടെ ശീലങ്ങളാണ് ഞാൻ നോക്കണത്. അത് എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അങ്ങനെയാണ്, അത് വേറെ ആളുടെ പോയിന്റ് ഓഫ് വ്യൂ വേറെ ആയിരിക്കും. ചിലപ്പോ ഒരാള് റോൾ മോഡൽ എന്ന് കാണിക്കുമ്പോൾ ചിലപ്പോ വേറെ രീതിയിലായിരിക്കും കാണുക. ഇപ്പൊ സിനിമ കമ്പുള്ളവർക്ക് ചിലപ്പോ ആ രീതിയിലായിരിക്കും റോൾ മോഡൽ. എന്നെ സംബന്ധിച്ച് ഒരു നല്ല ശീലം, ലഹരി ഉപയോഗിക്കാത്ത ഒരു വിദ്യാഭ്യാസം ഉള്ള ഒരു വ്യക്തി, അതാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ എന്റെ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള റോൾ മോഡൽ. ഓക്കെ, എന്തായാലും ഇത്രയും നേരം സംസാരിക്കാൻ പറ്റിയതിൽ സന്തോഷം. കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോട്ടെ. താങ്ക് യു സോ മച്ച്.